ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ദേവസ്വം ബോർഡിനെ പറ്റിയുള്ള ഏറ്റവും വലിയ പരാതി എന്താണെന്ന് വെച്ചാൽ സമയത്തൊരു കാര്യവും ചെയ്യില്ല എന്നുള്ളതാണ്. അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഒരു പേപ്പർ അയച്ചാൽ ഒരു മറുപടിയില്ല. ഒരു മരാമത്ത് പണി എഴുതി കൊടുത്താൽ പിന്നെ 20,000 രൂപയ്ക്ക് ചെയ്യേണ്ട പണി അവസാനം 5 ലക്ഷം രൂപയായാലും തീരാത്ത പട്ടിൽ അത് വൈകിക്കുന്നു എന്നുള്ളതാണ്. ഇന്നാണെങ്കിൽ നമുക്ക് 50,000 രൂപയ്ക്ക് തീർക്കാവുന്ന ഒരു പണി 2-3 വർഷം കഴിയുമ്പോൾ അത് 10 ലക്ഷമായാലും തീരില്ല. ഇത് ഞങ്ങളുടെ ഒരു എങ്ങനെയൊക്കെയോ വന്നുപോയ ഒരു സംസ്കാരമെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അത് മാറ്റാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഉദാഹരണത്തിന് ഇപ്പൊ ഈ ക്ഷേത്രത്തിൽ വല്ല മരാമത്ത് പണി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ ഇത് അടുത്ത വർഷം ചെയ്യുമോ ഇല്ലയോ എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. നമ്മൾ പാഴൂർ പടിപ്പുരയിൽ പോയി മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇത് അടുത്ത വർഷം ദേവസ്വം ബോർഡ് ചെയ്യുമോ ഇല്ലയോ ആർക്കും അറിഞ്ഞുകൂടാ. അതിനൊരു വ്യതിയാനം വേണം. സർക്കാരിന്റെ മരാമത്ത് പണികൾ എന്തൊക്കെയാണ് ഈ വർഷം എടുക്കാൻ പോകുന്നത് എന്ന് കൃത്യമായ ഒരു ബജറ്റുണ്ട്. അതിന്റെ ഒരു അനക്ഷൻ, ഒരു ഷെഡ്യൂളിനകത്ത് കൃത്യമായിട്ട് ഇതൊക്കെയാണ് മരാമത്ത് പണികൾക്ക് ഭരണാനുമതി കൊടുത്തിട്ടുള്ളത്, ഗവൺമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കേരളം മുഴുവനുള്ള സകല റോഡ്, ബിൽഡിംഗ്, മരാമത്ത് പണികളുടെ മുഴുവൻ ഒരു വോളിയം ബജറ്റിന്റെ കൂടെ ഈ ഫെബ്രുവരി മാസത്തിൽ ഇറക്കും. അത് ഈ സർക്കാരിന് ചെയ്യാമെങ്കിൽ 1200 ക്ഷേത്രമുള്ള ദേവസ്വം ബോർഡിന് എന്തുകൊണ്ട് നിലവിലിരിക്കുന്ന ആവശ്യങ്ങൾ എന്ത്, അവയുടെ മുൻഗണന എന്ത് തുടങ്ങിയ കേസുകൾ എന്താണ്, ശ്രീകോവിലിന് ക്ഷതമുള്ള കേസുകൾ എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റവും ആവശ്യമുള്ളത് മുൻഗണനാ ക്രമത്തിൽ ചെയ്തുകൊണ്ട് കുറേയേറെ കാര്യങ്ങൾ നമ്മുടെ ക്ഷേത്രങ്ങളുടെ മുൻഗണനാ ക്രമത്തിൽ ചെയ്തു തീർക്കാൻ ഒരു മരാമത്ത് ബജറ്റ് ഉണ്ടാവുകയും ഇന്ന വർക്കുകൾ ഞങ്ങൾ ചെയ്യുമെന്ന് മാർച്ച് മാസത്തിൽ പറയുകയും ചെയ്താൽ, നിങ്ങൾ ഈ പേപ്പർ എഴുതാതെ ഈ ബജറ്റ് ഒന്ന് മറച്ചു നോക്കിയാൽ ഇതിനകത്ത് നമ്മുടെ വർക്കുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളെ സമീപിക്കാൻ സാധിക്കും. അത് സമയബന്ധിതമായി തീർക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ബോർഡ്. ഇതിനകത്ത് അത്ഭുത വിദ്യകളൊന്നുമില്ല. നമുക്കറിയാവുന്ന ഭരണപരിചയത്തിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം മോണിറ്റർ ചെയ്യാൻ സാധിക്കുമോ, ഇതെല്ലാം കൃത്യമായി നടത്താൻ സാധിക്കുമോ എന്നൊക്കെയാണ് പരീക്ഷിക്കുന്നത്. സാമ്പത്തിക ആയിട്ടുള്ള ദൗർലഭ്യമല്ല ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രശ്നം. ഭഗവാന്റെ അനുഗ്രഹത്താല് ആവശ്യത്തിലേറെ ഇല്ലെങ്കിലും ആവശ്യത്തിനുള്ള പണമെല്ലാം ഞങ്ങൾക്കുണ്ട്. എന്നാൽ അത് വിനിയോഗിക്കുന്ന കാര്യത്തിലുള്ള ഒരു മാനേജ്മെന്റ് മാന്ദ്യമാണ് ദേവസ്വം ബോർഡിനെ പറ്റി ആളുകൾക്കിടയിൽ കുറച്ച് അവമതിപ്പും ചില മുറുമുറുപ്പും ഒക്കെ ഉണ്ടാകാൻ കാരണം കാര്യങ്ങൾ സമയത്തിന് നടക്കുന്നില്ല. പണമില്ലാത്തതല്ല പ്രശ്നം, ആ പണം വിനിയോഗിക്കുന്നതിലെ കാര്യക്ഷമത ഇല്ലായ്മയാണ് പ്രശ്നം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് പരിഹരിക്കാൻ ഈ ബോർഡ് പ്രതിജ്ഞാബദ്ധമാണ്. ഏതായാലും ഒരു 5-6 മാസങ്ങൾക്ക് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു പരിപാടിയിൽ ഇതുപോലെ കാണുമെങ്കിൽ, അടുത്ത സാമ്പത്തിക വർഷത്തിൽ കാണുമെങ്കിൽ, നിങ്ങളിൽ ആരെങ്കിലും മുമ്പോട്ട് വന്നിട്ട് പറയും, സാറേ വളരെ കാലമായിട്ട് കിടന്ന ഒരു പണി ഇപ്പൊ ചെയ്ത് കേട്ടോ എന്ന് പറയാനുള്ള ഒരു അവസരം ഭഗവാൻ നമുക്ക് തരട്ടെ എന്ന് മാത്രമാണ് എന്റെ പ്രാർത്ഥന. അങ്ങനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനകത്ത് ഒരു പുതിയ മാനേജ്മെന്റ് സംസ്കാരവും ഒരു ശുഷ്കാന്തിയും ഒരു കാര്യക്ഷമതയും ഉണ്ടാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് ഈ ബോർഡ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇന്ന് സമാരംഭിച്ച ഈ ഇടത്താവളം വളരെ ഭംഗിയായി, ഇടത്താവളത്തിന്റെ കാര്യത്തിൽ പറയുമ്പോൾ അന്നദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ വന്നാൽ സന്തോഷമായിട്ട് പോകാൻ ആളുകൾക്ക് സാധിക്കണം. കയറിയതിനേക്കാൾ ക്ഷീണത്തിൽ പോകാൻ പാടില്ല. ഞങ്ങളുടെ ചില ഇടത്താവളത്തിലൊക്കെ അങ്ങനെയുണ്ട് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം സ്ഥാപിച്ച ചില ഇടത്താവളത്തിലൊക്കെ ക്ഷീണിച്ചിട്ടാണ് വരുന്നത്. ഇടത്താവളത്തിൽ കയറിയതോടുകൂടി ക്ഷീണം വർദ്ധിച്ചു എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവരുത്. ക്ഷീണം മാറി നല്ല ഭക്ഷണവും കഴിച്ച് വിശ്രമിച്ച് പോകാനുള്ള സാഹചര്യം ഉണ്ടാവണം. ഇതിനെല്ലാം പ്രതിജ്ഞാബദ്ധമാണ് ഈ ബോർഡ് എന്ന് മാത്രം ഭഗവാനെ സാക്ഷി നിർത്തി പറഞ്ഞുകൊണ്ട് അതിമനോഹരമായിട്ടുള്ള കുംഭം 1 ഈ വെള്ളിയാഴ്ച നല്ല ദിവസം ഇത്തരത്തിലൊരു പരിപാടി ഈ ഭഗവത് സന്നിധിയിൽ വന്ന് പങ്കെടുക്കാൻ ഉള്ള അവസരം തന്നതിന് ബഹുമാനപ്പെട്ട MLA യോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നാട്ടുകാരുടെ ഈ സ്നേഹത്തിനും ആദരവിനും അല്ലെങ്കിൽ നിങ്ങളുടെ ക്ഷമയ്ക്കും ഒക്കെ ഒരിക്കൽ കൂടി കൃതജ്ഞത അറിയിച്ചുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ ശുഷ്കാന്തി എപ്പോഴും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു.